പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കൃപാസനം മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ഐവിൻ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ മർത്തോമ സഭ അംഗമാണ്. കൃപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ ബ്രദറും അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ സിസ്റ്ററും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുവാൻ തുടങ്ങിയത് ഫെബ്രുവരി 7, 2025 മുതലാണ്. ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഉടമ്പടിക്ക് മുമ്പുള്ള ജീവിതവും ഉടമ്പടിക്ക് ശേഷമുള്ള ജീവിതവും നല്ല വ്യത്യാസമാണുള്ളത്. അതിലേക്ക് ഞാൻ കടന്നു വരാം. ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗമായിട്ട് വെച്ചത് എൻ്റെ മദ്യപാനം നിർത്താൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ എൻ്റെ മദ്യപാനം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഇപ്പം ഏകദേശം ഒരു 10 വർഷമായി കാണും. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു രസത്തിന് തുടങ്ങിയതാണ്. പക്ഷെ പലപ്പോഴും നിർത്താനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും എനിക്ക് നിർത്താൻ സാധിച്ചിരുന്നില്ല. നിർത്താൻ വേണ്ടി ഞാൻ സ്പിരിച്വലി കുറേ വളരാൻ ശ്രമിച്ചു. പക്ഷെ പിന്നെയും ഓരോ പ്രലോഭനം കാരണം ഞാൻ പിന്നെയും വീണു പോയിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയതിൽ പിന്നെ എനിക്ക് പല സാഹചര്യങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളും ഉണ്ടായിട്ടും എനിക്ക് മദ്യപിക്കണമെന്നൊരു ആഗ്രഹവും തോന്നിയിട്ടില്ല. എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവൻ, അല്ലെ സ്വർഗരാജ്യത്തിലെ അവകാശികളാവുക, അല്ലെങ്കിൽ സ്പിരിച്വലി വളരുക. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ എനിക്ക് സ്പിരിച്വലി നല്ലപോലെ വളരാൻ സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉടമ്പടിക്ക് മുമ്പുള്ള എൻ്റെ ജീവിതവും ഉടമ്പടിക്ക് ശേഷമുള്ള എൻ്റെ ജീവിതവും നല്ല വ്യത്യാസമാണെന്ന്. ഉടമ്പടിക്ക് മുമ്പ് ഞാൻ മോഹങ്ങൾക്കും അല്ലേ ലോകത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഉടമ്പടിക്ക് ശേഷം ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ദൈവവുമായിട്ട് മുമ്പോട്ട് ജീവിക്കുക. അതാണ് എൻ്റെ അങ്ങനെയാണ് ഞാൻ ജീവിച്ച് ഇപ്പം പോരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ജപമാല ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ജപമാല മുടങ്ങാറെ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുവൈറ്റിലുള്ള അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ മെയ് ലാസ്റ്റ് തൊട്ട് ഞാൻ അത് സ്ഥിരമായിട്ട് പങ്കെടുത്ത് വരുന്നു. അങ്ങനെ പങ്കെടുത്ത് വരുമ്പോൾ ഈ അഖണ്ഡ ജപമാലയിൽ എനിക്ക് തിരിയിൽ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ലഭിക്കുവാനിടയായി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കിയത് മെയ്യിലാണ്, ഈ കഴിഞ്ഞ മെയ്യിലാണ്. അന്ന് തൊട്ട് ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ ബൈബിള് നമ്മൾ ഡെയിലി വായിക്കുമ്പോൾ ഒരു ദിവസം മിസ്സായാൽ ഞാനത് ആ ടൈമും കൂടെ ആഡ് ചെയ്ത് അടുത്ത ദിവസം തന്നെ അത് വായിക്കും. അങ്ങനെ സ്പിരിച്വലി എനിക്ക് നല്ല മാറ്റമാണ് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത നിയോഗം ഞാൻ വെച്ചത് എനിക്ക് വിദേശത്തൊരു ജോലി ലഭിക്കുക എന്നുള്ള ഒരു നിയോഗമാണ് ഞാൻ വെച്ചത്. ഞാൻ വിദേശത്ത് നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഫാമിലി ഇഷ്യൂ കാരണം എനിക്ക് നാട്ടിൽ വരേണ്ടി വന്നു. പിന്നെ ഞാൻ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു, എനിക്ക് നടന്നിരുന്നില്ല. ഞാൻ മെഡിക്കൽ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വിദേശത്ത് ജോലി ലഭിക്കുക അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ GCC കൺട്രീസിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒന്നെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ പോയി അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ നല്ല മെറിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഡയറക്റ്റ് നാട്ടിൽ എന്തെങ്കിലും ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്ത് കയറിപ്പോകണം, അല്ലെങ്കിൽ ആരുടെയും ഡയറക്റ്റ് റെഫറൻസ് ത്രൂ കയറിപ്പോകണം. വിസിറ്റിംഗ് വിസ എടുത്ത് പുറത്ത് പോയി അപ്ലൈ ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് അത് സാധിച്ചിരുന്നില്ല. പക്ഷേ ലൂക്കോസ് 1:37 ആ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലോ. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ മാതാവിനോട് ചേർന്ന് ഇങ്ങനെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നു, പിന്നെ റിജക്ഷൻ വരുന്നു, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നു, റിജക്ഷൻ വരുന്നു. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഒരു ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നാട്ടിൽ എനിക്ക് ഒരു റിലേറ്റീവ്സ് ത്രൂ അറ്റൻഡ് ചെയ്യാനിടയായി. അങ്ങനെ ഞാനത് ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് വിശുദ്ധ നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് അതൊക്കെ എനിക്ക് അവിടെ പോയി ഉപയോഗിക്കണം, ദൈവത്തിന് സമർപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് കയറി ചെന്നു. ഞാൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ CV നോക്കിയിട്ട് റിജക്റ്റ് ആയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് വലിയ വിഷമമായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ച്. അത് കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ വിശ്വാസം മാതാവ് എനിക്ക് ബെസ്റ്റ് ചെയ്ത് തരത്തുള്ളൂ എന്ന വിശ്വാസത്തിൽ ഞാൻ മുമ്പോട്ട് പോന്നു.
അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ കഴിഞ്ഞ ജൂണിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാനും അതുപോലെ തന്നെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിലെ രണ്ട് ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കിട്ടി. അതിലും ഞാൻ റിജക്റ്റായി. പക്ഷേ അങ്ങനെ ടെൻഷനായിരിക്കുമ്പോൾ ഞാൻ നന്മ നിറഞ്ഞ മറിയുമേ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വരുമ്പം എൻ്റെ മാതാവ് തന്നെയാണ് അത് എൻ്റെ മനസ്സിൽ തോന്നിച്ചതെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. മാതാവ് എന്നെ തോന്നിപ്പിച്ചത് മാതാവ് ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞ ആ ഒരു വാക്യങ്ങളാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് ദൈവത്തിൻ്റെ ഹിതം അതെന്തോ ആയാലും നിറവേറട്ടെ. ഇപ്പം എനിക്ക് വിദേശത്ത് പോകാനല്ല, നാട്ടിലാണെങ്കിൽ അത് തന്നെ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്ത് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. 1 മാസം മുമ്പോട്ടുള്ള ഡേറ്റ് ഇട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. ഞാൻ മാക്സിമം അപ്ലൈ ചെയ്തു. 1 മാസം ഞാൻ അറൗണ്ട് ഒരു 300 ജോബ് അപ്ലൈ ചെയ്തു. അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഇതിൽ ഞാൻ ചെയ്തതാണ്. ഞാൻ മൊത്തം ദൈവത്തിനോട് സമർപ്പിച്ച് ഞാൻ ചെയ്തു. ദൈവമേ, എനിക്കിതിലൊന്നും എൻ്റെ മെറിറ്റിൽ എനിക്കൊന്നും നേടാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ കൃപയാലല്ലാതെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താലല്ലാതെ എനിക്കത് നേടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാനത് അപ്ലൈ ചെയ്തു പോന്നു. അതിൻ്റെ ഇടയ്ക്കും ഒരു ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നടന്നു. അതിലും റിജക്റ്റായി. അത് കഴിഞ്ഞിട്ട് ആ ഡേറ്റ് കഴിഞ്ഞിട്ടും എനിക്ക് ഒരു കോളും ഒരു ഇൻ്റർവ്യൂ കോളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഡേറ്റ് ഇട്ട് സെപ്റ്റംബറിലാണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് വന്നത്. പക്ഷേ ഞാൻ സെപ്റ്റംബറിൽ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ സെപ്റ്റംബറായി, എനിക്ക് ഒക്ടോബറിൽ എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണമെന്നുണ്ട്, അത് വലിയ ആഗ്രഹമാണ്. ഇപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് എനിക്ക് അത് കിട്ടിയാലും അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് മാതാവ് എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് അതിന് ശേഷം മാത്രമേ എനിക്ക് ആ ഒരു ജോലി തരാവൂ എന്ന്. പക്ഷേ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്ത് വന്നു. ലാസ്റ്റിലും എനിക്ക് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹിതം അതെന്തോ ആണേലും എൻ്റെ ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലും അപ്ലൈ ചെയ്തു. 2 ജോബ് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് വിളിച്ചു, അത് കിട്ടിയില്ല. പക്ഷേ ഞാൻ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്ത ആ ജോബ് ഒരു 2-3 പേര് എന്നെ വിളിച്ചു. ജസ്റ്റ് നോർമലി കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടെയാണ്, ഇപ്പോൾ നാട്ടിലാണോ, എന്തോ ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ചു. പക്ഷേ ഞാനത് സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു എനിക്ക് മെസ്സേജ് വരികയും ഞാൻ ഓൺലൈൻ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് ഇത് മാതാവ് ഇടപെട്ടതാണെന്ന് ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കാര്യം നാട്ടിൽ നിന്ന് ഇങ്ങനെ ഓൺലൈൻ ഇൻ്റർവ്യൂ ഇങ്ങനെ അവർ സെലക്ട് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെ അത്രയും മെറിറ്റൊന്നും എനിക്കില്ല. അങ്ങനെ ഞാനത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഓൺലൈനാണ് അറ്റൻഡ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ എൻ്റെ ബാക്ക് സൈഡിൽ ഉടമ്പടി തൈലം കുരിശടയാളത്തിൽ വരച്ചിട്ട് അതിനു മുമ്പെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം മാത്രമേ ഞാൻ ചൊല്ലത്തുള്ളായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കാശുരൂപം കൈവച്ചിട്ട്, മാതാവേ, അമ്മ ഈ ഇൻ്റർവ്യൂവിന് എനിക്ക് പകരമായിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂ ഒന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്തു. പക്ഷേ അവർ ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു. അവർ പറയാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ചയും ഞാൻ ഫോളോ അപ്പ് ചെയ്തു. അവർ പിന്നെയും പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ 4-ാം തീയതി എനിക്ക് ദൈവം സഹായിച്ച് ഓഫർ ലെറ്റർ വരികയും ഞാൻ ഈ 18-ാം തീയതി എനിക്ക് വിസയും ബാക്കി കാര്യങ്ങളും എല്ലാം റെഡിയായി. ഞാൻ ഈ 18-ാം തീയതി ഞാൻ UAE-യിലാണ് എനിക്ക് ജോലി ലഭിച്ചത്. ഞാൻ ഈ 18-ാം തീയതി ഞാൻ UAE-യിലേക്ക് പോകും. ഇത്രയും അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് തൊട്ട് ഞാൻ ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്തെല്ലാം എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ മുറുകെ പിടിച്ചിട്ട്, ഞാൻ ബൈബിൾ വചനങ്ങൾ വായിച്ച് നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടകൾ ഒടിക്കുകയും ചെയ്യുന്ന യെശയ്യാവിൻ്റെ 45:2-3 ആ വചനങ്ങൾ വായിച്ചാണ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളും നന്മകളും തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനയെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്ത ആളാണ്. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആൾക്കാർ കൊടുക്കുമ്പോൾ എന്ത് പറയും, അവർ മേടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എൻ്റെ ഫസ്റ്റ് പുതുക്കുന്നതിന് മുമ്പ് വരെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പത്രം കൊടുക്കും.
മാതാവിനെയും ഈശോനെയും അനുഭവിച്ചറിഞ്ഞവരുടെ സാക്ഷ്യം അടങ്ങിയ പത്രമാണ് എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി ഞാൻ പുതുക്കിയ സമയത്ത് ഞാൻ ഇവിടെ വരുമ്പം എനിക്ക് 3 സെറ്റ് പത്രം കിട്ടി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു 3 സെറ്റ് പത്രം എന്താ കിട്ടുന്നത്, 1 സെറ്റ് പത്രമല്ലേ ഒരു മാസം കിട്ടുന്നതെന്ന്. അപ്പം മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചത് എന്തുകൊണ്ട് ഒരു മാസം 3 സെറ്റ് പത്രം കൊടുത്തുകൂടാ. സോ ഞാൻ കഴിഞ്ഞ മെയ് തൊട്ട് എല്ലാ മാസവും 3 സെറ്റ് പത്രം വീതം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഈ 9 മാസത്തിനുള്ളിൽ ദൈവം സഹായിച്ച് 22 സെറ്റ് പത്രം എനിക്ക് കൊടുക്കാൻ സാധിച്ചു. പക്ഷേ എന്നാൽ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അത്ര പൂർണ്ണതയിൽ എത്തിയിട്ടില്ലായിരുന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അന്ന് മുതലാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പൂർണ്ണതയിലേക്ക് എത്തിയത്. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇങ്ങനെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഒരു മുസ്ലിം സഹോദരിയെ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് പത്രം കൊടുത്ത് യേശുവിനെ മാതാവിനെ അനുഭവിച്ചവരുടെ സാക്ഷ്യം അടങ്ങിയ പത്രമാണെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു ഇതെന്താ കൃപാസനത്തിൽ എന്തോ കൃപാസനം കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റിയില്ല, ഞാൻ സ്റ്റക്കായി. പക്ഷേ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര വിഷമമായി, എന്തുകൊണ്ട് എനിക്ക് പറയാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ അടുത്ത ഈ സെപ്റ്റംബർ തൊട്ട് ഞാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയും കൃപാസന മാതാവിനെയും അനുഭവിച്ചറിഞ്ഞവരുടെ സാക്ഷ്യങ്ങളടങ്ങിയ പത്രമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതാനുഭവം, എൻ്റെ മുമ്പത്തെ മദ്യപാന ആ ഒരു ജീവിതവും ഇപ്പോഴത്തെ ഉടമ്പടിക്ക് ശേഷമുള്ള എൻ്റെ ജീവിതവും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത്. ഞാനിപ്പം എല്ലായിടത്തും തന്നെ കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ട്രെയിനിൽ കൊടുത്തിട്ടുണ്ട്, കടകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവൃത്തിയും സെപ്റ്റംബർ തൊട്ടാണ് ഞാൻ ആക്റ്റീവായിട്ട് തുടങ്ങിയത്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ സമയം തൊട്ട്. അതിനു മുമ്പേ കാരുണ്യ പ്രവൃത്തി ഞാൻ ചെയ്യുമായിരുന്നെങ്കിലും അതൊരു പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിനു മുമ്പേ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ശാലോം കാരുണ്യഭവൻ എന്ന ഒരു മാനസിക ആരോഗ്യ കേന്ദ്രം, അവരുടെ ആ മക്കൾക്ക് ഞാൻ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങി ഞാൻ വഴിയിലിരിക്കുന്ന പാവങ്ങൾക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം രോഗികളെ സന്ദർശിച്ച് അവർക്കും ഞാൻ സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും എനിക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാരുണ്യപ്രവൃത്തി ആ ഒരാഴ്ചയിൽ എനിക്ക് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ മാതാവ് അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച സെപ്റ്റംബർ അന്ന് തൊട്ട് ഞാൻ അടുത്തുള്ള എൻ്റെ ശാലോം കാരുണ്യഭവനിൽ പോയിട്ട് അവിടെയുള്ള മക്കൾക്ക് ഞാൻ ഷേവ് ചെയ്യുകയും അവരെ കുളിപ്പിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ആ ഒരു വചനം എനിക്ക് കാണുവാനിടയായി. മത്തായി 25:40 നമ്മൾ മറ്റുള്ളവരെ സഹായവും അല്ലെങ്കിൽ നമ്മൾ കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവരെ നമ്മൾ യേശുവിനെ കാണുക, യേശുവിന് ചെയ്തു കൊടുക്കുന്ന പോലെ മറ്റുള്ളവരെയും കാണുക, മറ്റുള്ളവരെയും സഹായിക്കുക. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും 1000 കോടാനുകോടി നന്ദി പറയുന്നു. യെശയ്യാ 1:18-19 തിരുവചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും അവ കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഐവിൻ കൗശി എന്ന ഈ മകൻ തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിലെ 2 പ്രധാന അനുഭവങ്ങളെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൻ പറഞ്ഞു, ഉടമ്പടി എടുക്കുവാൻ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തിയത് തൻ്റെ മദ്യപാനശീലം ഏതാണ്ട് 10 വർഷത്തിലേറെയായി തൻ്റെ ഒപ്പമുള്ള മദ്യപാനശീലത്തിൽ നിന്നും പിന്മാറുവാൻ വേണ്ടിയാണ്. ഒത്തിരി പരിശ്രമിച്ചിട്ടും നിർത്താൻ പറ്റാതിരുന്ന ഏറെ ക്ലേശകരമായ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാനായിട്ടാണ് ഈ ഒരു അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്താൽ അത് മാറിക്കിട്ടും എന്ന ഉപദേശത്തെ തുടർന്ന് മകനിവിടെ വന്ന ഉടമ്പടി എടുക്കുന്നത്. വളരെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആസക്തിയുള്ള ഒരു ക്ലേശമാണ് മദ്യപാനമെന്ന് നമുക്കറിയാം. എത്ര പെട്ടെന്ന് മാറുവാൻ സാധിക്കുന്നതുമല്ല. മകൻ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം മദ്യപിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കൂട്ടുകാരൊന്നും മാറിയിട്ടില്ല. കൂട്ടുകാരും സാഹചര്യവുമൊക്കെ പഴയത് തന്നെയാണ്. എന്നാൽ ആ മദ്യപിക്കുവാനുള്ള ആസക്തിയിൽ നിന്നും അത് രുചിക്കുവാനുള്ള താല്പര്യത്തിൽ നിന്നും പൂർണ്ണമായും എൻ്റെ അമ്മ മാതാവ് എന്നെ കരം പിടിച്ച് കരകയറ്റി ആ വലിയ തിന്മയിൽ നിന്ന്
എന്നെയും എൻ്റെ ജീവിത സാഹചര്യങ്ങളെയും സംരക്ഷിച്ചുവെന്നാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം കാതലായ ജീവിത പരിവർത്തനത്തിലേക്ക് നമ്മളെ നയിക്കും. കാതലായ ജീവിത പരിവർത്തനം നമ്മളിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ഉടമ്പടി നമ്മളിൽ വേര് പിടിക്കുന്നില്ല എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. നമ്മളെ തന്നെ ആദ്യം സ്കാൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ ദൈവസന്നിധിയിൽ എളിമയോടും വിശുദ്ധിയോടും നിൽക്കുവാൻ തടസ്സം നിൽക്കുന്ന എൻ്റെ സ്വഭാവരീതികൾ, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ തഴക്കദോഷങ്ങൾ, എൻ്റെ ദുശ്ശീലങ്ങൾ, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന എൻ്റെ പെരുമാറ്റങ്ങൾ. ഇതോരോന്നും നമുക്ക് ഉടമ്പടി എടുക്കുന്ന ആദ്യ നാളുകളിൽ തന്നെ അമ്മ മാതാവും ഈശോയും കൃത്യമായി നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. പിന്നീട് അമ്മ മാതാവും ഈശോയും വചനത്തിലൂടെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. വചനം വായിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ചേർന്ന രീതിയിൽ വചനം നൽകിക്കൊണ്ട് അത് സൗഖ്യപ്പെടുത്തുന്ന സംരക്ഷണയിലേക്ക് നമ്മളെ നയിക്കും. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ അച്ഛൻ എപ്പോഴും പറയും, എന്താണോ നിങ്ങളുടെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അത് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയുമ്പോൾ ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്തിൻ്റെ സംരക്ഷണയിൽ അതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിക്കുന്ന വിധത്തിൽ നമുക്ക് സൗഖ്യത്തിലേക്കും സംരക്ഷണയിലേക്കും നമുക്ക് മാറുവാൻ പറ്റുന്ന വിധത്തിൽ ദൈവകൃപ നിറയുകയും ചെയ്യും. അതുകൊണ്ട് വചനം സൂചിപ്പിക്കുന്നത് പോലെ അനുതപിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാവണം. ദൈവസ്വരം കേട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്കൊരു തീരുമാനമുണ്ടാവണം. അത് എത്ര വലിയ ജീവിതത്തിൻ്റെ കടും ചുമപ്പായ പാപത്തെയും, എത്ര വർഷങ്ങളായി കൂടെയുള്ള ജീവിത ദോഷങ്ങളെയും, എത്ര നാളായി മറ്റാരും അറിയില്ലെങ്കിലും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന, നമ്മുടെ കൃപയ്ക്കും ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനും ദൈവികമായ അനുഗ്രഹത്തിനും തടസ്സം നിൽക്കുന്ന ജീവിതത്തോടൊപ്പമുള്ള വലിയ തിന്മയുടെ സ്വാധീനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, ആരുടെയെങ്കിലുമൊക്കെ പ്രത്യേകമായ കൂട്ടുകെട്ടുകൾ, അത് മാറുന്നതിന് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഈശോ നമ്മളെ സഹായിക്കും. അതാണ് മകൻ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. എനിക്ക് സ്വയമേവ മാറില്ലെന്ന് ഞാൻ കരുതിയ എൻ്റെ മദ്യപാനത്തെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ എന്നെ തന്നെ ചെറുതായി ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ വലുതായി എൻ്റെ ജീവിതത്തെ ഈശോ രക്ഷിച്ചെടുക്കുന്നു. രണ്ടാമത്തത് മകൻ സൂചിപ്പിച്ചത് മകൻ്റെ ജോലിയെക്കുറിച്ചാണ്. ഏറെ പരിശ്രമിച്ചു, പലയിടത്തും അലഞ്ഞു, ഒത്തിരി ഇൻ്റർവ്യൂ പങ്കെടുത്തു, ഒന്നും ഫലവത്താവുന്നില്ല. ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇവിടെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ മാതാവ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നമുക്ക് ആ അമ്മ മാതാവ് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നത് ഈ ആലയത്തിൻ്റെ ഇടതുവശത്തുള്ള ആ പ്രത്യേകമായ പ്രതിഷ്ഠിച്ചിരിക്കുന്നിടത്ത് അമ്മയെ കാണുവാൻ സാധിക്കും. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയുടെ സവിശേഷമായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ദുരന്തം വരുന്നു, പ്രാർത്ഥിക്കണം. അതൊരു സമയത്ത് നടക്കുന്ന വിഷയമാണ്. നമ്മുടെ ജീവിതം മുഴുവനും ദുരന്തമല്ല. പ്രകൃതിയിൽ എപ്പോഴും ദുരന്തമല്ല, കുടുംബത്തിൽ എപ്പോഴും ദുരന്തമല്ല. അതൊരു ചെറിയ സമയത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു അനുഭവമാണ്. ഈ ദുരന്തത്തിൻ്റെ സമയങ്ങളിൽ മുഴുവനും ആശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കരം പിരിക്കുന്നൊരു ദൈവം നിനക്ക് കൂടെ ഉണ്ടാകുമെന്നും അതിനുവേണ്ടി നിൻ്റെ കുടുംബത്തെ, വ്യക്തി ജീവിതത്തെ, നാടിനെ, നിൻ്റെ വിശ്വാസത്തെ വിശുദ്ധീകരിക്കണമെന്ന് അമ്മ നൽകിയ സന്ദേശമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിക്കുമ്പോൾ തീയതിയിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇത്ര ദിവസത്തിനുള്ളിൽ, ഇന്ന മാസം, ഇന്ന തീയതിയിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണം എനിക്കിത് അനുഗ്രഹമാകുന്നതിന് വേണ്ടി ലഭിക്കണമെന്ന തീയതിയിട്ട് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കും. അവരുടെ തീയതിയെ ദൈവം അംഗീകരിക്കുന്നു. അമ്മ മാതാവ് ഈശോയ്ക്കത് അനുഗ്രഹമാകുന്നത് വരെയും കൂടെ നിന്ന് സഹായിക്കുന്നുവെന്ന്. കാരണം നമ്മോടൊപ്പം സഞ്ചരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ എപ്പോഴും ഈശോയ്ക്കും അമ്മ മാതാവിനും സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് മകൻ അതാണ് പറയുന്നത്, അഖണ്ഡ ജപമാല റാലി കഴിയുമ്പോൾ എനിക്ക് സുരക്ഷിതമായൊരു ജോലിക്ക് വേണ്ടി അമ്മ എന്നെ വഴി നടത്തണം, എനിക്കതിനു വേണ്ടി അമ്മ സഹായിക്കണം. അമ്മ മാതാവ് അതുപോലെ തന്നെ ഓരോ കാര്യവും ക്രമീകരിച്ചു.
ഓരോ ഇൻ്റർവ്യൂവും അതിൻ്റെ വിസ പ്രോസസ്സിങ്ങും പൂർത്തീകരിച്ചു. ഈ നാളുകളിൽ മകന് വിദേശത്തേക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിൽ മകൻ തീയതിയിട്ട് പ്രാർത്ഥിച്ചതുപോലെ മകൻ്റെ നിയോഗത്തെ അനുഗ്രഹമാക്കി ഈശോയിൽ നിന്ന് നേടിക്കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, അമ്മയുടെ സന്നിധിയിലേക്ക് ജീവിതത്തെ കൊടുക്കുമ്പോൾ നമുക്കറിയാം, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ നമ്മുടെ സമയ വിഷയങ്ങൾക്ക് മേൽ തീരുമാനം നൽകുവാൻ സഹായിക്കും. ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളെയും കാണുന്ന പരിശുദ്ധ മാതാവ് നാം ആഗ്രഹത്തോടു കൂടി ഒന്നിൽ നിന്ന് വിട്ടുമാറണം, ഉപേക്ഷിക്കണം എന്ന് തീരുമാനിച്ചാൽ, എത്ര വർഷമായി കൂടെയുള്ള ജീവിതത്തിൻ്റെ ദോഷമാണെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറുവാൻ പറ്റും വിധം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. അതിന് വേണ്ടുന്ന രീതിയിൽ നമ്മളെ സഹായിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ മകന് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ഈ ഭൗതിക നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.